പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. അഭിഷേകാന്തെ വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൽ ഒന്നായിരിക്കാൻ, കർത്താവിൽ കണ്ടുമുട്ടാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന് നന്ദി പറയാം. ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെയും അതേപോലെ തന്നെ സോജിയച്ചൻ്റെയും അച്ഛന്മാരെല്ലാവരും കൂട്ടായ്മയിൽ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. കാരണം പുതിയ എപ്പിസോഡുകളൊക്കെ അല്ലെങ്കിൽ ഈ വർഷത്തിൽ കുറെ പുതിയ ആൾക്കാർ അഭിഷേകം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അവർ പ്രത്യേകം വെൽക്കം ചെയ്യുകയാണ്. ഹല്ലേലൂയാ. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയെ കുറിച്ച് അനേകരോട് പറയണം. അനേകരെ പറഞ്ഞ് വെൽക്കം ചെയ്ത് ശുശ്രൂഷകളിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാൻ നമുക്ക് എല്ലാവർക്കും ഒരു കടമയുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ ഓരോ എപ്പിസോഡും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുകയാണ്. ഹബക്കൂക്ക് പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ ഒരു വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. അത് ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ, ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. നല്ല പ്രാർത്ഥനയാണ്. ഹല്ലേലൂയാ. അപ്പോ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ, മുൻകാലങ്ങളിൽ കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ചെങ്കടലിലൂടെയൊക്കെ ചെങ്കടൽ വിഭജിച്ച് കൊണ്ടുവന്ന് ആകാശത്തു നിന്ന് മന്ന, അല്ലാന്നുണ്ടെങ്കിൽ പാറയിൽ നിന്ന് ജലം, ഇതുപോലെയൊക്കെ പ്രവർത്തിച്ച് എത്രയോ കരുത്തുറ്റ ദൈവത്തിന്റെ പ്രവർത്തികളാണ്. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിന്റെ അവിടത്തേക്ക് ഹബക്കൂക്കിനെ ആകാശത്തിലൂടെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൈവം അല്ലേ. ഏലിയായിക്ക് കാക്കുകൊണ്ട് അപ്പം കൊടുക്കുകയാണ്. അതുപോലത്തെ ഉള്ള പ്രവർത്തികൾ വീണ്ടും പുതിയ മുതലേക്ക് വന്നാൽ ഈശോ എന്തുമാത്രം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി ഈശോ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് ഈശോ അല്ലേ, കൈശോഷിച്ചവനെ സുഖപ്പെടുത്തി ഈശോ, നിവർന്നു നടക്കാൻ പറ്റാത്തവനെ നിവർന്ന് നടത്തുന്ന ഈശോ. ഹല്ലേലൂയാ. അങ്ങനത്തെ പ്രവർത്തികൾ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ആവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് അങ്ങനത്തെ പ്രവർത്തികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. എൻ്റെ സഹോദരങ്ങളെ, ഇതിനൊരൊറ്റ ക്രൈറ്റീരിയനേ ഉള്ളൂ. എന്താണെന്നറിയാവോ? വിശ്വാസം. ആർക്ക് വിശ്വാസം ഉണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികൾ ആവർത്തിക്കും, പുതിയ പ്രവർത്തികൾ സംഭവിക്കുകയും ചെയ്യും. വിശ്വാസം ഇല്ലേ ഇതൊന്നും ഉണ്ടാകില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഞാനൊരു കഴിഞ്ഞ നാളുകളിൽ അടപ്പാടി സഖ്യം ധ്യാനഗന്ധ്യത്തെ താമസിച്ച ധ്യാനം കൂടിയ ബഹുമാനപ്പെട്ട സേവകൻ വടാരച്ചൻ ധ്യാനം ലീഡ് ചെയ്യുമ്പോൾ ആ ധ്യാനത്തെ സംബന്ധിച്ച ഒരമ്മച്ചി പറഞ്ഞൊരു സാക്ഷ്യം അത് വളരെ കറക്റ്റാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാം. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അഞ്ചലിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇതിനു മുൻപ് ഒരു 10 വർഷം മുൻപ് ഇവിടെ ധ്യാനത്തിന് ഏകദിവസം ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്, എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ കാല് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വളഞ്ഞാണ് ഇരുന്നത്. അവനെ പല ആശുപത്രിയിലും കൊണ്ടുപോയി, ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയപ്പോഴത്തേനും പറഞ്ഞു, ഓർത്തോടെ ഡോക്ടർ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞു മരുന്നുകളൊന്നും അവിടുന്ന് കൊടുക്കുന്നില്ല. ലാസ്റ്റ് എന്നോട് പറഞ്ഞു, കൊച്ചിനെ എവിടെയെങ്കിലും പറ്റില്ല, ചെത്തിപ്പുഴയിലൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയെന്നാൽ ഒരു ചെരുപ്പിന് 5000 രൂപ വെച്ച് ചെരുപ്പ് വാങ്ങിച്ചിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഉള്ളവരല്ല. മകന് കൊച്ചു ജനിച്ചപ്പോൾ കാലെല്ലാം കൂടെ ഇങ്ങനെ വളഞ്ഞിരിക്കല്ലേ? ഒരു കാല് രണ്ട് കാലില്ല, ഒരു കാല് ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. വലത് കാലാണ് ഇടത് കാലാണ്? വലത് കാല് ഇങ്ങനെ വളഞ്ഞിരിക്കുക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചികിത്സിച്ച അവസാനം പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു രക്ഷയുള്ളൂ, ഒരു ചെരുപ്പ് വാങ്ങിയിടുക. അതങ്ങനത്തെ ഒരു ചെരുപ്പ് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കിപ്പം സാമ്പത്തികമൊന്നും ഇല്ലല്ലോ മക്കളെ, ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കാം.
പാവപ്പെട്ടവരുടെ ഒരു സ്ഥലമുണ്ട്, അഭിഷേകാഗ്നി എന്ന് പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കാം മക്കളെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചാലും കണ്ട് കൊച്ചിൻ്റെ കാല് നേരെയാവുമോ മമ്മി എന്നോട് ഇത് ചോദിച്ചു. എന്നാ അമ്മായി പറയണത്? ഈ മോഡേൺ കാലത്ത് അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച കാലം നേരെയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈശോ പ്രവർത്തിക്കുന്ന എവിടെയാ, അത്ഭുതം പ്രവർത്തിക്കുന്ന എവിടെയാണെന്ന് നീ കണ്ടോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അതാണ് പവർ. നമ്മുടെ പഴയ തലമുറയോടാണ് കളി. നീ കണ്ടോ, ഞാൻ പ്രാർത്ഥിക്കും, നീ കണ്ടോ, ഈശോ അത്ഭുതം പ്രവർത്തിക്കും മോനെ എന്നങ്ങോട്ട് അമ്മ പറഞ്ഞു. അതുള്ള വിശ്വാസം പറയണം. 3-4 മാസം കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഓസ്തി പൊക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിനെ ദിവികാരന് ഈശോ ആശീർവാദം കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ ഞാൻ കൊച്ചിനെയും കൊണ്ട് ചെന്ന് ഇങ്ങനെ തൊട്ട് കാലും തിരുമ്മിയിട്ട് പറയും, കർത്താവേ നിനക്ക് സൗഖ്യമാക്കാൻ പാടില്ലാത്ത ഒരു രോഗവുമില്ല, നീ എൻ്റെ കുഞ്ഞിനെ സൗഖ്യം തരണം, നീ തന്ന മകനാണ്, ദാനമായി തന്നതാണ്, നീ എനിക്ക് കുഞ്ഞിൻ്റെ കാലിന് ദാനമായി തന്നെ സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതാണ് ശരിക്കുള്ള ഹൃദയത്തിനുള്ള പ്രാർത്ഥന. അത്ഭുതം എന്നേ പറയാവുള്ളൂ. പെട്ടെന്ന് 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം രാവിലെ ഏറ്റു വന്നപ്പോൾ എന്നോട് എൻ്റെ മകൾ പറയുകയാണ്, അമ്മേ കൊച്ചിൻ്റെ കാല് ശരിയായി എന്ന് പറഞ്ഞു. നോക്കിയേ, ഇതാ നമ്മുടെ കുട്ടിയുടെ കാല് ശരിയായില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ നോക്കുമ്പോൾ കുട്ടിയുടെ അമ്മ അണ്ടർസ്ട്രക്കായി. ഞാൻ പറഞ്ഞു, വിശ്വാസം ഉണ്ടോ മക്കളെ, പ്രാർത്ഥനയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. മക്കളെ മനസ്സിലായോ മക്കളെ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടെന്ന് മനസ്സിലായോ മക്കളെ എന്ന് അമ്മ ഒരു ചോദ്യമാണ്. നോക്ക് സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രവർത്തികൾ ആവർത്തിക്കുകയാണ്. കർത്താവിന്റെ പ്രവർത്തികൾ നമ്മുടെ നാടുകളിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ആർക്കാണ് വിശ്വാസം ഉള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. പടാശം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. പഴയ തലമുറയുടെ വിശ്വാസം അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ മനോഹരമായ ലേഖനത്തിന്റെ വചനമാണ്. വിശ്വാസികൾ വിശ്വാസിയായ അബ്രാഹത്തോട് കൂടെ അനുഗ്രഹം പ്രാപിക്കും. ഈ പ്രാർത്ഥന നമുക്കൊന്ന് ആവർത്തിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് ഈ നിമിഷം കർത്താവേ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. കടബാധ്യതകൾ ഉള്ളവരുടെ മേൽ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. അത് വെളിപ്പെടുത്തണമേ. കഠിന രോഗപീഠകൾ ഉള്ളവരുടെ മേൽ കർത്താവേ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. അത് വെളിപ്പെടുത്തണമേ. കർത്താവേ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തടസ്സങ്ങൾ ഉള്ളവരുടെ മേൽ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ. ഞങ്ങളുടെ ഈ കാലത്ത് അത് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഒരു മനസ്സോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഒരു മനസ്സോടെ ഇപ്പോൾ ആരാധിക്കുന്നു. കർത്താവേ, 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 പാവങ്ങളുടെ കണ്ണുനീര് കാണുന്ന കർത്താവേ, രോഗികളെ സുഖപ്പെടുന്ന കർത്താവേ, പൈശാചികളെ ബഹിഷ്കരിക്കുന്ന കർത്താവേ, ഈശോയുടെ നാമത്തിന് അത്ഭുതകരമായ ശക്തിയാൽ ഇപ്പോൾ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന, ഓരോ വ്യക്തികളെ ശല്യം ചെയ്യുന്ന രോഗപീഠകളും അന്ധകാര ശക്തികളും പൈശാചിക പീഠകളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. കൈകൾ അടിച്ച് രോഗപീഠകൾ മാറാവ്യാധികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാദാതിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥന മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും. കൈകൾ ഉയർത്തി കൈയടിച്ച് ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ തകരട്ടെ.
ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ തകരട്ടെ. നാദാതിനാഥന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും കരങ്ങൾ നിറയട്ടെ. ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല 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 ഹല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ പ്രവർത്തികൾ നമ്മുടെ നാടുകളിൽ ആവർത്തിക്കാൻ കർത്താവ് സന്നദ്ധനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് വെളിപ്പെടുത്താൻ കർത്താവ് തയ്യാറാണ്. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ. രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പൈശാചിക പീഡകളുള്ളവർ നിലവിളിക്കട്ടെ. തടസ്സങ്ങളുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ കർത്താവെ കെട്ടാൻ അഴിക്കാൻ അവിടെ നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഓ കർത്താവേ വലിയ ആത്മീയ കൂട്ടായ്മ നിന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പേരുള്ള പൈശാചിക പീഡകൾ, മതമാനുസത്തിന്റെ ഉപദ്രവങ്ങൾ, കർത്താവെ നാളുകളായിട്ട് കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരിമകളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും ശല്യങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് ഇപ്പോൾ ഈ നിമിഷം നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. ദുഷ്ടാത്മ പീഡകൾ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. ദുഷ്ടാത്മ പീഡകൾ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. നാദാതിനാഥന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും കൈ ഉയർത്തി കൈയടിച്ച് തടസ്സ ശക്തികൾ തകച്ചാ ശക്തികൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. തടസ്സ ശക്തികൾ തകച്ചാ ശക്തികൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. നാദാതിനാഥന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥന മിശിഹാനാഥ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. കർത്താവേ കർത്താവേ ഈശോയേ, അവിടുത്തെ പരിശുദ്ധ രക്തം ഇപ്പോൾ ഓരോ രോഗികളുടെ മേൽ പതിയട്ടെ. കർത്താവേ, അലർജി രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ കർത്താവ്, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിവരട്ടെ. തളർന്ന കൈകാൽ മുട്ടുകൾ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ. കർത്താവേ, കാലിന് വളവുള്ളത് യേശുവിന്റെ നാമത്തിൽ നിവരട്ടെ. ഓ കർത്താവേ, ഒരുത്തരം പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ശ്രദ്ധയില്ലാത്തവർ ശ്രദ്ധിക്കണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുള്ളവരാണ് നമ്മൾ. അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവരെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ തക്കവിധം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നവരാണ് നമ്മൾ. ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ജാഗ്രത, വളവുണ്ട്, ശ്രദ്ധിക്കണം, അങ്ങനെ പല കാര്യങ്ങൾ കാണും. അപ്പൊ ശ്രദ്ധയില്ലാതെ പോകുന്നവർ അത് കാണുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. നമ്മൾ കുട്ടികളെയൊക്കെ യാത്രയാക്കി പറഞ്ഞു വിടുമ്പോൾ, ഓരോ സ്ഥലങ്ങളിലേക്ക് വിടുമ്പോൾ ശ്രദ്ധിച്ചു പോകണം. എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല ശ്രദ്ധയുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എവിടെയൊക്കെ ശ്രദ്ധക്കുറവുണ്ടോ അവിടെയെല്ലാം അപകടങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. പല അപകടങ്ങളും ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്നതാണ്. എല്ലാ കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ, അത് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ്, അല്ലേ?
ഇപ്പം മുറ്റമെല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നു. അപ്പോൾ അതെന്തായത് നമ്മൾ അടിച്ച് വൃത്തിയാക്കാൻ നമുക്കൊരു ശ്രദ്ധയുണ്ട്. നമ്മുടെ ഉടുപ്പിൽ ഒരു അഴുക്ക് പറ്റി, വേഗം തന്നെ നമ്മളത് അല്ലെങ്കിൽ പിന്നെ വസ്ത്രമൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ നമുക്കുണ്ട്. ഭക്ഷണത്തിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അത് കഴിക്കാൻ നമ്മൾ ഒരു ശ്രദ്ധയുണ്ട്. അതൊരു നൈസർഗികമായ സംഗതിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ പലപ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ പോകുന്ന അനേക ജീവിതങ്ങളെ ഈ നാളുകളിൽ കാണാൻ ഇടവരികയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഒരു ആത്മാവ്, അതിനെക്കുറിച്ച് നമ്മൾ വളരെ ജാഗരൂകതയോടെ ഇരിക്കണം. നമ്മൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഒരു ആത്മാവിൻ്റെ കാര്യത്തിലാണ് അതീവ ശ്രദ്ധ. നമുക്ക് മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്, അവർക്ക് ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക വരുമാനങ്ങൾ അതെല്ലാം ക്രമം തെറ്റി പോകുമ്പോൾ നമുക്ക് നല്ല ശ്രദ്ധയുണ്ട്, അല്ലേ? എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല ശ്രദ്ധയുണ്ട്. പക്ഷേ അതിനേക്കാൾ ബൈബിളിൽ ഏറ്റവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാത്മാവിൻ്റെ കാര്യത്തിലാണ്. അതീവ ജാഗ്രത, അതീവ ശ്രദ്ധ. ഹല്ലേലൂയ. എന്താണ് എൻ്റെ സഹോദരങ്ങൾ ഈ ആത്മാവിന്റെ പ്രത്യേകത? ഇത് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ കണക്ഷൻ? യാക്കോബസിലേക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഹല്ലേലൂയ. അപ്പൊ യാക്കോബ് ശ്ലീഹ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് ദൈവം ഇങ്ങോട്ട് അയക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ദൈവം ഒരാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആത്മാവിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഈ ആത്മാവിന്റെ ഓരോ ചലനവും, ഈ ആത്മാവിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വലിയൊരു ശ്രദ്ധ, ദൈവപിതാവിന്റെ വലിയൊരു ശ്രദ്ധ ഈ ആത്മാവിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പൊ അതൊരു താക്കീതാണ്. ഒരു ശ്രദ്ധക്കുറവ് വരുമ്പോൾ യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, വിദേശത്തേക്ക് പോയിരിക്കുന്ന ജീവിത പങ്കാളിയോ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തിരിച്ചു വരവാൻ വേണ്ടി എത്രയോ നാളുകൾ എണ്ണി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിന്റെ സ്വർഗത്തിലേക്കുള്ള തിരിച്ചു വരവിന് വേണ്ടി സ്വർഗം അതുപോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് അസൂയയോടെ അഭിലഷിക്കുന്നു. അത് സത്യമാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ മരണത്തോടുകൂടി ഈ ശരീരം മണ്ണിൽ അടക്കപ്പെടുകയും മരിക്കുന്ന അതേ സമയത്ത് തന്നെ ആത്മാവ് ദൈവസന്നിധിയിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അതിനുശേഷം അന്തിമതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരം ഉയർത്ത് അല്ലേ, ഈ ആത്മാവുമായി ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസം ഉണ്ട്. അതുകൊണ്ട് എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. നമ്മളിപ്പോൾ വിദേശത്തേക്ക് ഒരു യാത്ര പോകാമെന്ന് കരുതുക. വിദേശത്തേക്ക് യാത്ര പോകുമ്പോൾ എപ്പോഴും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാം, പാസ്പോർട്ട് എടുത്ത് വെച്ചോ, വിസ അല്ലെങ്കിൽ അത് പിന്നെ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന വിസ അല്ല പേപ്പർ വിസ അത് എടുത്ത് വെച്ചോ. ഇറങ്ങുമ്പോൾ നോക്കും, ഇറങ്ങുമ്പോൾ ആൾക്കാർ ഓർപ്പിക്കും പാസ്പോർട്ട് വിസ എടുത്തല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബാഗിൽ ഒന്നുകൂടി ഉറപ്പ് വരുത്തും, വണ്ടിയിരിക്കും ഒന്നുകൂടി ചെക്ക് ചെയ്യും. എന്തൊരു ശ്രദ്ധയാണ് നമുക്ക്, എന്തൊരു ശ്രദ്ധയാണ്. കാരണം എന്താ, ഇല്ല എങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഫ്ലൈറ്റ് മിസ്സാകും എന്ന് പറയുന്ന പോലെ ഈ മരണസമയത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ട നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധക്കുറവുണ്ട് അല്ലേ. ഇനി സ്വർഗത്തിന്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ആത്മാവിന്റെ സ്ഥിതി എന്താണ്?
അതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകം മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 130 സങ്കീർത്തനത്തിൽ 5 തിരുവചനം, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് കർത്താവിന്റെ ആഗമനത്തിന് വേണ്ടി, യേശു രണ്ടാമത്തെ ആഗമനം അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ നിന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? ഞാൻ നിങ്ങൾക്ക് യോഹന്നാൻ 14 ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ നമ്മുടെ ആത്മാവ് എപ്പോഴും ഈ കർത്താവിന്റെ ഒരു ആഗമനത്തിന് വേണ്ടി ആത്മാവ് തുടിക്കുകയാണ്. അപ്പൊ നോക്കിയേ, സ്വർഗം ആത്മാവിന് വേണ്ടി അഭിലഷിക്കുന്നു, ആത്മാവ് സ്വർഗത്തിന് വേണ്ടി തുടിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 63 സങ്കീർത്തനത്തിൽ 8 തിരുവചനം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടുചേർന്നിരിക്കുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സജീവമായ നിതാന്തമായ ഒരു ജാഗ്രതയും ശ്രദ്ധയും നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ കാര്യത്തിൽ വരണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കാതിരിക്കാൻ, ഈ ആത്മാവിനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റാത്ത വിധം തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പിശാചിന്റെ പ്രവർത്തികളെ കുറിച്ച് നമുക്ക് നല്ലൊരു ജാഗ്രത വേണം. അതുകൊണ്ടാണ് സഹോദരൻ വിശുദ്ധ മത്തായിയുടെ വിശേഷത്തിൽ 16 അധ്യായത്തിൽ 26 തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ചോദിക്കുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പകരം വയ്ക്കാൻ മറ്റൊന്നുണ്ടോ? ഈ ലോകത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ നേടി, ഒരുപാട് സാമ്പത്തികമോ ഉയർച്ചയുണ്ടായി, ഒന്നല്ല ഒരുപാട് വീടുകൾ പണിതു, വാഹനങ്ങൾ സംവിധാനങ്ങൾ എല്ലാമായി. ഈ ലോകത്തിന്റെ അധികാരം, ഈ ലോകത്തിന്റെ പണം, ഈ ലോകത്തിന്റെ പ്രശസ്തി, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ എല്ലാം നേടി. ദൈവാത്മാവ് ചോദിക്കുകയാണ്, ഈ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? അതിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ബാക്കി എല്ലാ ഒരുക്കങ്ങളും എല്ലാം നടത്തി അല്ലേ? ഇപ്പൊ ഒരു കല്യാണത്തിന് ബാക്കി എല്ലാ ഒരുക്കം നടത്തി, ചെറുക്കനും പെണ്ണില്ലെങ്കിൽ എന്ത് കാര്യം? മാമോദിസയ്ക്ക് ബാക്കിയെല്ലാം ഒരുക്കം നടത്തി, മാമോദിസ മുഖം കൊച്ചുണ്ട് ഇല്ലെങ്കിൽ എന്ത് കാര്യം? നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച്, പക്ഷെ മെയിൻ സംഗതി ഇല്ലെങ്കിൽ എന്ത് കാര്യം? അതുകൊണ്ട് ഈ ആത്മാവിന്റെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആത്മാവിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികള് കയ്യിൽ എന്തെങ്കിലുമൊക്കെ പളുങ്കുപാത്രമൊക്കെ കൊണ്ടുപോയിട്ട് നടന്നു പോകുന്ന സമയത്ത് തട്ടിമുട്ടിയത് താഴെ പോകുന്ന പോലെ നിസാരമായ ഒരു തട്ടിമുട്ടൽ കൊണ്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1 അധ്യായത്തിൽ അതിന്റെ 11 തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 1 വേഴ്സ് 11, നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചലിന് പ്രത്യാഘാതം ഉണ്ടാകും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നോക്കിയേ, ഒരു നിസാര കാര്യത്തിന് വെറുതെ മുറുമുറുപ്പ്. ചിലപ്പോ ഒക്കെ അങ്ങനെയുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു, സഹോദരി കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല, ഒരെണ്ണം മുറുമുറുപ്പ്, പെറുപെറുപ്പ്, അങ്ങോട്ടൊരു ചവിട്ടി തൂത്തൊരു പോക്കുണ്ടല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പരദൂഷണം. നിങ്ങളെ വചനം നോക്ക്, പരദൂഷണം, രഹസ്യം പറച്ചില്, നുണ പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങൾ, ഇതൊക്കെ വലിയ സീരിയസ് ഇഷ്യൂയാണ്. പരദൂഷണം അതൊക്കെ സിമ്പിൾ, ജീവിതത്തിന്റെ ഭാഗമായി. രഹസ്യം പറച്ചിൽ എന്താ സംഭവിക്കുന്നത്? സ്വന്തം ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവവായുതല് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? കർത്താവേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമെന്ന് നിരന്തരം ദൈവത്തോട് കേണപേക്ഷിക്കുന്ന ദൈവം സ്വർഗം പഠിപ്പിക്കുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ 33 അധ്യായത്തിൽ അതിന്റെ 18 തിരുവചനം,
അവിടുന്ന് അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് അവന്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുതേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ, എൻ്റെ ആത്മാവിനെ കരുതണമേ എന്നൊരു സുഹൃദയപ്പം പോലെയുള്ള പ്രാർത്ഥന എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ അറിയാതെ തന്നെ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇതൊരു നിസ്സാര സംഗതിയല്ല സഹോദരങ്ങളെ. സങ്കീർത്തന പുസ്തകത്തിൽ 31-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാം തിരുവചനം, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവശാസ്ത്രജ്ഞൻ ബൈബിൾ പഠിപ്പിച്ചൊരു ബൈബിൾ പ്രൊഫസർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ്. അതായത് ഒരു യഹൂദ മതത്തിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ യഹൂദ അമ്മമാര് ആ കുഞ്ഞിനെ മടിയിലിരുത്തി ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളെ ഈശോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ, പരിശുദ്ധ അമ്മ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ, നന്മറിഞ്ഞവരും ചൊല്ലാൻ പഠിപ്പിക്കുന്നത് പോലെ, യഹൂദ അമ്മമാരൊരു കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കുരിശിൽ ഈശോ പറഞ്ഞ പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മരണം വരിച്ചത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മരണത്തിന് ഒരുക്കമായ പ്രാർത്ഥനയാണെന്നല്ല. അതൊരു ആത്മാവിനെ മരണത്തിന് സമയത്ത് വരുന്നൊരു പ്രാർത്ഥന അല്ലത്, മറിച്ച് സദാസമയ ഹൃദയത്തിൽ വരുന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവ് തുടിക്കുകയാണ് ദൈവത്തിന് വേണ്ടി, ദൈവം തുടിക്കുകയാണ് നമ്മുടെ ആത്മാവിന് വേണ്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ, നമ്മുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സദാ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരണം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അവിടുന്ന് രക്ഷിക്കണം കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ഒരു പ്രാർത്ഥന ഒരു സുഹൃദേവം പോലെ ഹൃദയത്തിൽ രൂപപ്പെടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ വലിയൊരു ആത്മശോധന നടത്താം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചെവിയിൽ ഇടതടവില്ലാതെ കണ്ടുമുട്ടുമ്പോൾ ഈ വചനം പറയുമായിരുന്നു, ഫ്രാൻസിസ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ എന്ത് പ്രയോജനം? ആ വചനത്തെ വളരെ ഗൗരവത്തോടെ ഫ്രാൻസിസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ഒരു മഹാവിശുദ്ധനുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളൊരൊറ്റ വചനം ഗൗരവത്തോടെ എടുത്തതാണ്. ഈ വചനങ്ങളെല്ലാം വളരെ ഗൗരവത്തിലെടുക്കണം, വളരെ ശ്രദ്ധയോടെ ആത്മാവിൻ്റെ കാര്യത്തിൽ വ്യാപരിക്കണം. ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടി, ഒരുപാട് വിജ്ഞാനം അറിവും നേടി, പക്ഷേ അവസാനത്തിൽ എന്തു ചെയ്യും? സ്വന്തം ആത്മാവിൻ്റെ കാര്യം വരുമ്പോൾ എന്തു ചെയ്യും? വലിയ അനുതാപത്തോടെ വലിയൊരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിജ്ഞാനമെത്ര നീ നേടിയാലും തത്വങ്ങളെത്ര നിന്നിലേറിയാലും, വിജ്ഞാനമെത്ര നീ നേടിയാലും തത്വങ്ങളെത്ര നിന്നിലേറിയാലും, ദൈവിക ജ്ഞാനം നേടിയില്ലെങ്കിൽ ശുഷ്ടമീ ഭൂവിൽ നിന്റെ ജന്മം. ആത്മാവിൻ രക്ഷ നീ നേടിയില്ലെങ്കിൽ എത്രയോ ശൂന്യം നിന്റെ. സ്വന്തം ആത്മാവിന് പറ എന്ത് കൊടുക്കും? എത്രയോ ശൂന്യം നിന്റെ. ഉള്ളൊരുകെ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ നന്നായി ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, അധരം തുറക്കട്ടെ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശീർവാദ സമയത്ത് കർത്താവേ, കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണം, ഞങ്ങളുടെ ആത്മാവിനെ തള്ളിക്കളയരുത്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ. ഞങ്ങളിൽ കനിയേണമേ. സ്വന്തം ആത്മാവിന് വേണ്ടി നിലവിളിക്കുന്നു. കരുണയ്ക്കായി കേഴുന്നിതാ,
കനിയേണമേ